നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റില്ലാനോ. ഞാൻ പുലരും മുമ്പ് എഴുന്നേറ്റ് പുറത്തുപോയി കുറച്ചേരങ്ങ് നടന്നു. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് വരിക. ഫ്രഷ് ആവാൻ പോയത് റൂം നമ്പർ 19 അല്ലേ? റൂം നമ്പർ 19 അവിടെ ആരാണെന്ന് രഘുവേട്ടനെ ഞങ്ങളോട് പറയേണ്ടത്. ചീരു എന്തൊക്കെയാ പറയുന്നേ? രഘുവേട്ട, ഇന്ദ്രേട്ടനും ഞാനും ഇന്നലെ അതിലേ വരുമ്പോ രഘുവേട്ടൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞങ്ങൾ കണ്ടു. അവിടെ കയറി ഞങ്ങൾ നോക്കിയായിരുന്നു. ആ കാര്യം ആമി രഘുവേട്ടനോട് പറയേണ്ടതാണല്ലോ. അതോ അവള് മറന്നോ? ഞാൻ പിന്നീട് അങ്ങോട്ട് പോയില്ല. അല്ല, എനിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ഞാനേ അവരെ യാദൃശികമായിട്ട് കണ്ടപ്പോ ഒന്ന് കയറി നോക്കിയതേ ഉള്ളൂ. അതിനിപ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? അപ്പോ ആമിയുടെയും കുഞ്ഞിന്റെയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാ? അല്ല, ആദില് ജയിലിലായതുകൊണ്ട് അവന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും സുരക്ഷിതമായൊരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കേണ്ട കടമ തനിക്കുണ്ടെന്ന് ഒരിക്കൽ രഘുവേട്ടൻ എന്നോട് പറഞ്ഞിരുന്നില്ലേ? അതുകൊണ്ട് ചോദിച്ചതാ. അത് ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തു ചേരൂ. ഒരു ഹോം സ്റ്റേയിൽ അവര് സുരക്ഷിതരായി കഴിയായിരുന്നു. അതിനിടയിൽ ആ കുഞ്ഞിന് പെട്ടെന്ന് അസുഖം കൂടിയോണ്ടാ അവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പോ ഇപ്പൊ രഘുവേട്ടൻ അവർക്ക് വേണ്ടി സഹായമൊന്നും ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. രഘുവേട്ട, ഞങ്ങളിൽ നിന്ന് ഇനിയോ എന്തെങ്കിലും രഘുവേട്ടനെ ഒളിച്ചു വെക്കാൻ ശ്രമിച്ചെങ്കിൽ അത് രഘുവേട്ടന് കൂടുതൽ അപകടം ഉണ്ടാക്കും. ഇപ്പൊ തന്നെ അമ്പിളി ചേച്ചിക്ക് രഘുവേട്ടന്റെ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. നമ്മുടെ കുടുംബം മുഴുവൻ തകർന്ന് തരിപ്പണാവുന്ന കാണുന്നു രഘുവേട്ടന്. അനു, സത്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആദിയുടെ ഭാര്യയും കുഞ്ഞിനെയും ഞാൻ ഇപ്പോഴും സഹായിക്കുന്നുള്ളത് സത്യമാ. അതാ കുഞ്ഞിനെ ഓർത്തൊന്നു മാത്രം. അതിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം. പക്ഷേ രഘുവേട്ടൻ ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുമ്പോ സ്വന്തം കുടുംബവും കുഞ്ഞും രഘുവേട്ടൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം.